നമസ്തേ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്ന സ്കാൽപ്പിംഗ് സ്ട്രാറ്റജി, നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ബീൻ ട്രെയിനർ സ്ട്രാറ്റജി ഉപയോഗിച്ച് സ്കാൽപ്പിംഗ് എൻട്രി എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. ഞാൻ എക്സാമ്പിൾ എടുത്ത് വെച്ചിട്ട് ബാങ്ക് നിഫ്റ്റി കോൾ ഓപ്ഷനാണ് 50-800. നമ്മൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണണോ എങ്കിൽ ഡയറക്റ്റായിട്ട് ഓൺലൈൻ തന്നെ കാണാവുന്നതാണ്. അല്ലെങ്കിൽ ഡയറക്റ്റ് ഓഫീസ് വരണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഓഫീസ് വിസിറ്റ് ചെയ്യാവുന്നതാണ്. ഓഫീസ് ചേർത്തല, ആലപ്പുഴ ഡിസ്ട്രിക്ട് ചേർത്തല KSRTC അടുത്തായിട്ടാണ്. വേണമെങ്കിൽ ഈ നമ്പറിൽ എൻ്റെ കോൺടാക്ട് നമ്പർ വീഡിയോ താഴെ ഉണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. കോൺടാക്ട് ചെയ്താൽ മതി. കോളർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സോഫ്റ്റ്വെയർ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സിഗ്നൽസ് കാണിച്ചു തരും. ട്രേഡ് ചെയ്യുന്ന മുന്നായിട്ട് അത് കൺഫേം ആണെന്ന് മാത്രമേ നമ്മൾ ചെക്ക് ചെയ്താൽ മതി. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ കോൾ ഓപ്ഷനാണ് 50-800 1 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ്. നമുക്കിവിടെ നോക്കിയാൽ ഗ്രീൻ അപ്പാരോ, അതായത് ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷൻ. നമുക്കിതുപോലെ ബൈസിക്കിൾ സോഫ്റ്റ്വെയർ കാണിച്ചു തരും. ബൈസിക്കിൾ വന്ന ശേഷം അത് കൺഫേം ആണെങ്കിൽ മാത്രം നമ്മൾ എൻട്രി എടുക്കുക. അതായത് സോഫ്റ്റ്വെയറിൻ്റെ എല്ലാ സിഗ്നലും നിങ്ങൾ ട്രേഡ് ചെയ്യല്ലേ. സിഗ്നൽ വരുമ്പോൾ നമുക്ക് ഈ അലേർട്ട് സിഗ്നൽ വരുമ്പോൾ സിഗ്നൽസൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് സോഫ്റ്റ്വെയർ കാണിച്ചു തരും. സിഗ്നൽ വരുമ്പോൾ ഒരു അലേർട്ട് മെസ്സേജും വരും. സെയിം നമ്മൾ ഏറ്റവും മേഖല ഡാഷ്ബോർഡിനകത്ത് എൻട്രി പോയിന്റ് ചെയ്ത് കാണിച്ചു തരും. അപ്പം ഏത് സ്ട്രൈക്ക് വേണമെങ്കിൽ നമുക്കത് എടുക്കാം. ഇൻ ദ മണിയിൽ എടുക്കാം, അറ്റ് ദ മണിയിൽ എടുക്കാം, ഔട്ട് ഓഫ് ദ മണിയിൽ എടുക്കാം. അത് നമ്മുടെ ക്യാപിറ്റൽ അനുസരിച്ച് നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അതിനകത്ത് നമ്മൾ എടുക്കുന്ന ഏത് സ്ട്രൈക്ക് ആണെങ്കിലും അവിടെ ഇതുപോലെ കൺഫേം എൻട്രി ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാവുള്ളൂ. കൺഫർമേഷൻ എന്ന് വെച്ചാൽ നമുക്ക് ബൈസിക്കിൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് കൺഫേം എന്ന് പറയുന്നത് ഈ ആരോടെ താഴത്തെ ബാറിൽ ഓരോ ക്യാൻഡിലും ഓരോ ബാർ ഇങ്ങനെ ഫോം ചെയ്യും. അപ്പോൾ സിഗ്നൽ വരുമ്പോൾ നമുക്ക് താഴെ ഒറ്റ ബാറേ കാണുള്ളൂ. ആ ബാർ ഗ്രീൻ ആണെന്ന് നോക്കുക. അതുപോലെ പ്രൈസ് എന്ന് പറയുമ്പോൾ ഇവിടെ ബൈസോൺ ആണെന്ന് നോക്കുക. ഇത് രണ്ടും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ട്രേഡ് എടുക്കാം. സോഫ്റ്റ് ഇവിടെ ഒരു എൻട്രി പോയിന്റ് കാണിച്ചിട്ടുണ്ട്. ബൈ ആയിട്ട് 361 അപ്പോൾ നമ്മൾ ഈ കൺഫർമേഷൻ ചെക്ക് ചെയ്ത ശേഷം നമ്മൾ ട്രേഡ് ചെയ്യേണ്ട ബ്രോക്കറിൻ്റെ പ്ലാറ്റ്ഫോമിലാണ്. അവിടെ നമ്മൾ മാർക്കറ്റ് റേറ്റിൽ എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ 361 സോഫ്റ്റ് നമുക്ക് ഇതിൻ്റെ എൻട്രി നമുക്ക് ഓപ്ഷൻ ആകുമ്പോൾ ഓപ്ഷൻ്റെ തന്നെ സെപ്പറേറ്റ് നമുക്ക് സ്ട്രാറ്റജി ഇതിനകത്തുണ്ട്. അപ്പോൾ അതിലാണ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്. 361 നമുക്ക് ബൈ വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ടാർഗറ്റ് 379, 394, 408 3 ടാർഗറ്റ് താഴെ തന്നെ സോഫ്റ്റ് കാണിച്ചിരും. അതായത് നമുക്ക് ഓപ്ഷൻ വരുമ്പോഴത്തേക്കും ഉണ്ട് ഓപ്ഷൻ്റെ തന്നെ ടെംപ്ലേറ്റ് വരും. ബാക്കിയെല്ലാം നമ്മുടെ 8.1, അതായത് നമുക്ക് സ്റ്റോക്കുകളും അത് കമോഡിറ്റീസ് ബാക്കിയെല്ലാം 8.1. അപ്പോൾ നമുക്ക് 2 സ്ട്രാറ്റജി വരുന്നുണ്ട്, 2 ടെംപ്ലേറ്റ് വരുന്നുണ്ട്. ഓപ്ഷൻ വരുമ്പോഴുള്ള ഓപ്ഷൻ്റെ ടെംപ്ലേറ്റ് മാത്രം ഉപയോഗിച്ച് ചെയ്താൽ മതി. ഒരു 80-90% നമുക്ക് കൺഫേം ഇതിനകത്ത് ആക്യുറസി തരുന്ന ഒരു സ്ട്രാറ്റജി. സിമ്പിളായിട്ട് മനസ്സിലാക്കി, ഏറ്റവും അത്യാവശ്യം എന്ന് പറയുമ്പോൾ വെറുതെ അങ്ങ് ചെയ്യലല്ലോ, മനസ്സിലാക്കി നമുക്ക് എന്താണ് ട്രേഡ് എടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കാതെ വെറുതെ ചെന്ന് ഇതിനകത്ത് ട്രേഡ് എടുക്കുമ്പോഴത്തേക്കുമാണ് നമുക്ക് ഒരുപാട് ലോസ് ഉണ്ടാകുന്നത്. ഈ പ്രീമിയം ചാർട്ട് കൂടെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ലോസ് ഉണ്ടായി കിട്ടും. അത് ഷുവറാണ്. നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഡയറക്റ്റ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മൾ പറഞ്ഞു തരും. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനോ ലൈവായിട്ടൊരു ഡെമോൺസ്ട്രേഷൻ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തുള്ള തന്നെ. താങ്ക് യു.